അപ്പൊ പിന്നെ അവള് ഇപ്പം അവിടെ ചൊറിയും കുത്തി ഇരിക്കണത് തന്നെ ഈ ഒരാഴ്ചയും കൊണ്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കാം അവൾക്ക് അത്രയും ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടായിരിക്കും. അവനല്ല തവളയാന്ന് പറയും, പക്ഷെ എങ്കിൽ പോലും ചേട്ടൻ അറിയാതെ നേരിട്ട് കാണുമ്പോ എങ്ങനെയാ പറ, സൂപ്പർ അല്ലേ? അതാണ് നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം റീന്യൂസിനി ആട്ടോ. അപ്പൊ ഇന്ന് ഞാൻ രാത്രി സബ്സ്ക്രിപ്ഷൻ തുടങ്ങുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാരും എന്റെ സബ്സ്ക്രിപ്ഷൻ കാണാനും വേണ്ടി വന്ന രാത്രി. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തായാലും രേണുസുതി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. താല്പര്യമുള്ളവർക്ക് കാണാം, ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. എന്തായാലും രേണുവിനെ കുറിച്ചിട്ട് പുതിയ കുറച്ച് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഷെഫീന ബീവിയുടെ ചാനലിലൂടെയാണ് ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ട്. അതായത് രേണുസുതി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദുബായിലേക്ക് വരേണ്ടതായിരുന്നു. അവിടെ എന്തോ ബാറിൽ എന്തൊക്കെയോ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതിൽ രേണു വരേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പോൾ ചെറിയൊരു ഇഷ്യൂ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ടല്ലോ. അതായത് മോഡലിങ്ങിൻ്റെ പേരിൽ പെൺകുട്ടികളെ ദുബായിലേക്കും അവിടെ ഇവിടേക്കും ഒക്കെ കയറ്റിക്കൊണ്ട് പോയി പലർക്കും വിൽക്കുന്നു എന്നുള്ളൊരു ന്യൂസ് നമ്മളെല്ലാവരും കണ്ടു. അതിലിപ്പോൾ 3 സ്ത്രീകളെ പിടിച്ചിരിക്കുകയാണ്. എന്തായാലും അതുമായി റിലേറ്റഡ് ആയിട്ടാണെന്ന് തോന്നുന്നു രേണു ഇപ്പോൾ ദുബായിലേക്ക് പോയിട്ടില്ല. എന്തായാലും ഈ ഒരു വിവരങ്ങളൊക്കെ നമ്മൾ കണ്ടതും നമ്മുടെ ഷെഫീന ബീവിയുടെ ചാനലിലൂടെയാണ്. അതുപോലെ തന്നെ അതിൽ ഒരു സ്ത്രീ വളരെ വ്യക്തമായിട്ട് കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ടിട്ട് വരാം. പിന്നെ നമ്മളെ രേണുസുതിക്ക് വലിയൊരു അടി കിട്ടിയിട്ടോ. ഈ ആഴ്ച അവള് വരാനിരുന്നതാ, ഇതുവരെ അവളുടെ കാര്യമൊന്നും ഇതുവരെ റെഡി ആയിട്ടില്ല. ഇനി വരുമോന്ന് എനിക്കറിയില്ല. 23 മുതൽ 31 തീയതി വരെ ഇവിടെ വൻ കച്ചവടം നടക്കുന്ന സമയം. അപ്പൊ പിന്നെ അവള് ഇപ്പം അവിടെ ചൊറിയും കുത്തി ഇരിക്കണത് തന്നെ ഈ ഒരാഴ്ചയും കൊണ്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കാം അവൾക്ക് അത്രയും ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടായിരിക്കും അവര് ഇരിക്കുന്നുണ്ടാവും. ഇപ്പൊ ഇത്രയും ഇഷ്യൂസസ് ഉണ്ടായത് കൊണ്ടാണ് ഇപ്പൊ രേണുസുധീനെ അവരൊന്ന് ചവിട്ടിപ്പിടിച്ചത്. ഇപ്പൊ പിടിച്ചെന്ന് പറഞ്ഞ് കൊണ്ടുപോയി കഴിഞ്ഞാൽ പലരും ഇവളുടെ മാനേജര് കരിഷ്മ ഇതൊക്കെ ഇതിലെ സംഘത്തിൽപ്പെട്ട ടീമുകളാണ്. ദുബായിലെ ഈ 10 ദിവസത്തെ ചാകര കാശ് വരാന്നുള്ള മോഹം പൊലിഞ്ഞു കുത്തി ഇരിക്കണം അവിടെ ഒരുത്തി. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇവള് ഒരിടത്തും പ്രസിദ്ധീകരിക്കാതെ ഒരു ന്യൂസ് ചാനലുകാരെ മുമ്പിലും വരാതെ ചിലപ്പോ രഹസ്യമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അവൾ ഈ ദുബായിൽ എവിടെ വന്നാലും നമ്മളറിയാം ഏത് ഷോപ്പിലാണുള്ളതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് വിവരം തരാൻ ചാരന്മാരുണ്ട്. ആ സ്ത്രീക്കും അതിന്റെ കുടുംബക്കാർക്കും ഒരു ബോധവും പൊക്കണമൊന്നുമില്ല എന്നുള്ളത് എനിക്കറിയാം. എന്നാൽ ഇവളെ പിന്നാലെ നടക്കുന്ന കുറെ നരമ്പ് രോഗികളുണ്ടല്ലോ, അവരെ പരിഹസിച്ചിട്ടെങ്കിലും ഇവള് പറയുന്നുണ്ട് ഇവളെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ടെന്ന്. 3-3.5 കോടി 4 കോടി ജനങ്ങൾ കേരളത്തിൽ തന്നെയുണ്ട്. നമ്മള് ചെറിയ സംസ്ഥാനം, എന്നാലും ഉണ്ട് ഇത്രയും പേര്. ഇതിലാകെ 2700-2800 പേരെ കണ്ടാണ് ഇവളെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്നത്. അതില് പകുതി പേരും യൂട്യൂബേഴ്സാ. ഇവളെന്ത് തേങ്ങയാണ് അത് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി. സത്യം. എന്നിട്ട് ഇവള് പറയുന്നത് നാട്ടുകാർക്ക് മുഴുവൻ ഇവളെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഇഷ്ടം എന്ത് ഇഷ്ടമാണാവോ? ഈ മറ്റേ സർവേക്കല്ലിൽ ഓന്തിരിക്കുന്ന പോലെ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഏതൊരു ചേച്ചി പറയുന്നിട്ട് സർവേക്കല്ലിൽ ഓന്തിരിക്കുന്നതെന്നല്ല, ഓന്തിനെ അടിച്ചു വരുത്തി ഇരുത്തിയേക്കുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ. പോരെങ്കിൽ ഇന്ന് 2-3 റീൽസ് ഉണ്ട് തമന്നയെ പോലെ. അത്രയും തമന്ന ഇതെങ്ങാനും കേട്ടാൽ ഇവളെ തമന്ന പോയിട്ട് ആത്മഹത്യ ചെയ്യും. അമ്മാതിരി സൈസാണിത്. ഇത് എന്ത് കണ്ടിട്ടാണ് ഈ നെഗളിക്കുന്നത്? ഇത് വല്ല കഞ്ചാവ് അടിക്കുന്നുണ്ടോ? കഞ്ചാവല്ല, MDMA അടിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് മനസ്സിലായത് അന്ന് ഇവിടെ വന്ന സമയത്ത്. കഞ്ചാവൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, MDMA അടിക്കും. നല്ല ഒന്നാന്തര സിഗരറ്റ് വലിയാണ്, വെള്ളം അടിയാണ്. ഇവക്ക് കണ്ണിന് കാഴ്ചക്കുറവല്ലോ ഉണ്ടോ? ഇവള് തമന്ന അത്രേ. ഇത് ചോദിക്കുന്ന ആ തെണ്ടിയിലുണ്ടല്ലോ, ഒരു തെണ്ടി. ഇവനൊക്കെ ഏത് യൂണിവേഴ്സിൽ ജീവിക്കുന്നവനാ? ഇവള് തമന്ന അത്രേ. തമന്നയെ പോലെ ഇരിക്കുന്നുണ്ടല്ലോ ചേച്ചി. ഒരുത്തം വന്നിട്ട് ചോദിക്കുന്നതാണ്. സത്യം പറഞ്ഞ ഇവനൊക്കെ എന്റെ കൈ കെട്ടിയ അമ്മ അറച്ച് കൊല്ലും ചേച്ചി. ഞാൻ കല്ലെടുത്തിട്ട് ഇവരൊക്കെ പാല അടിച്ചു പൊട്ടിച്ച് കൊല്ലും ഞാൻ. അമ്മാതിരി ദേഷ്യമുണ്ട്. ഇവൾ ഏത് സൈസിലാണ് ഇവള് തമന്നയെ കണ്ടിട്ടുണ്ടോ? ചോറ് പിടിച്ച മാക്രി തവളെ കൂട്ടല്ല അത് ഇരിക്കുന്നത്. എന്നിട്ട് ഇവള് തമന്ന അത്രേ. തമന്ന ഈ സാധനത്തിന്റെ ഒക്കെ ഒരു അഹങ്കാരം. ഇത് അഹങ്കാരം കൊണ്ടൊന്നും ഇത് പറയുന്നില്ല. ഇതൊക്കെ വല്ല വെള്ളം അടിച്ചിട്ട് അല്ലെങ്കിൽ വല്ല MDMA അടിച്ചിട്ടൊക്കെ ഇത് ഇങ്ങനെയൊക്കെ വിചാരിച്ച് നടക്കുന്നതാണ്. എന്ത് സൈസ്. ഇനിയിപ്പോ കുറെ ദിവസം നിങ്ങൾ സഹിച്ചോട്ടോ. മറ്റേ പെണ്ണിന്റെ വളകാപ്പന്നെ എന്തോ തേങ്ങ മാറ്റിയാണ്ട് ഇവള് ഇന്നലെ അണിഞ്ഞൊഴുകി പുറത്തിറങ്ങിയിരുന്നു. അപ്പൊ അതിനിട്ട് യൂട്യൂബേഴ്സും ഇവള് വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അന്ത സ്പേസിൽ വരണം, എനിക്ക് കുറെ ഇന്റർവ്യൂ തരാണ്ടെന്ന് പറഞ്ഞിട്ട്. അവൻ ഈ ഗർഭിണിയായ പെങ്കുച്ചിന്റെ ഭർത്താവ് ആകെ 2 പേരെ മാത്രമേ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവർ എങ്ങനെ എത്തി അവിടെ? അതായത് നമ്മളെ ഈ ചൊറിത്തവള വിളിച്ച് വരുത്തിയതാണ് എല്ലാത്തിനും. ഇനിയിപ്പോ പിന്നാലെ ഒരു 10 ദിവസത്തേക്കുള്ള വീഡിയോ അവള് അവന്മാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്.
അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് വന്നോണ്ടിരിക്കുന്നത് യൂട്യൂബേഴ്സ് എല്ലാം ഞാൻ പിന്നെ എന്റെ ദൈവം സഹായിച്ചിട്ട് ഇവിടെ ഒരൊറ്റ വീഡിയോ പോലും വരാത്ത രീതിയിൽ ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും വേറെ ഏതെങ്കിലും യൂട്യൂബിൽ നിന്ന് വരുന്നതാണ് എനിക്ക് വരുന്നത് ഈ കിട്ടുന്നത്. ഇന്ന് എനിക്ക് ആകെ അതിനേക്കാളും വലിയ രസം ഇവളെന്താ മറ്റുള്ള ഒരൊറ്റ ബിഗ് ബോസ് താരങ്ങളുടെ കൂടെ ഇവളില്ലല്ലോ. അവരൊക്കെ പോയതിനു ശേഷമാണ് മങ്ക എഴുന്നേറ്റ് അങ്ങോട്ട് ചെന്നിരിക്കുന്നത്. വേറെ ഒന്നല്ല, നാണക്കേടുണ്ട്. അവരൊക്കെ കണ്ടു വല്ലതും ചോദിച്ചാലെന്ന് വിചാരിച്ചിട്ട്. ഇവിടെ കൂടെ ഉണ്ടായിരുന്ന താരങ്ങളല്ലേ അവിടെ ഉണ്ടായിരുന്നത്, ആരെങ്കിലും കൂടെയാണ് ഇവിടെ ചെന്നത്. ഇവിടെ ഒറ്റയ്ക്ക് രഹസ്യമായിട്ട് ചെന്നിട്ട് ഈ കുറെ 8-10 ഇവളെ മറ്റേ ചാവാലി പട്ടികളെ വിളിച്ചോണ്ട് പോയി കുറെ ഇന്റർവ്യൂ കൊടുത്ത് പോറ്റി വളർത്തുന്നത്. നാണം കെട്ട നാറി സ്ത്രീ എന്നും പറഞ്ഞപ്പോ ആ ടീച്ചർ ഇന്നലെ പറയുന്നിട്ടുണ്ടല്ലോ, എനിക്ക് ആ കൊച്ചിനെ കണ്ടാലും കെട്ടിപ്പിടിച്ചാൽ ഉമ്മ കൊടുക്കും. അമ്മാതിരി എനിക്ക് തോന്നി. അവൻ പരിഹസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വേണം ആൺകുട്ടികൾ. ഇവളൊക്കെ ഒരു തള്ളയാണോ ആ കുഞ്ഞുകുട്ടി ആ വീട്ടിൽ? അപ്പൊ എന്തുമാത്രം ആ കുഞ്ഞുകുട്ടി ആ വീട്ടിൽ ഇവളെ കൂടെയൊന്നുമല്ല ഈ സ്ത്രീ കിടക്കുന്നത്. ഇത് വല്ലപ്പോഴും രാത്രി ആ വീട്ടിൽ കിടക്കാൻ ഉണ്ടാവുള്ളൂ. ഈ കുഞ്ഞുകുട്ടികളെ മൊത്തം കിടത്തുന്നത് നമ്മളെ തങ്കുവിന്റെ കെട്ടുകളെ റൂമിൽ നിലത്ത് വായ വിരിച്ചിട്ടാണ് കിടത്തുന്നത്. തങ്കുവിന്റെ മൂത്ത മോളും മൂത്ത കെട്ടിയവരും ഒരു റൂമിൽ, മക്കളെല്ലാം തങ്കുവിന്റെ റൂമിൽ താഴെ പായ വിരിച്ച് കിടത്തും. ഇവളൊരു റൂമിൽ അവിടെ കിടന്ന് അലരാതിക്കുകയാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം കേട്ടല്ലോ കേരളത്തിൻ്റെ സ്വന്തം തമനെ കുറിച്ച് പല സ്ത്രീകളും പറയുന്നത്. ഇതിലവർ പറയുന്നതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് അറിയില്ല. എങ്കിൽ പോലും രേണു തന്നെ ഈ കഴിഞ്ഞ ദിവസം മറ്റേ നമ്മുടെ ബിഗ് ബോസ് താരത്തിൻ്റെ അഭിശ്രീയുടെ ഭാര്യയുടെ വളകാപ്പിനെത്തിയപ്പോഴത്തേക്കും രേണു തന്നെ മീഡിയക്കാരോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഈ അടുത്തിടെ ദുബായിലേക്ക് പോകണ്ടായിരുന്നു, കുറച്ച് പ്രശ്നമൊക്കെ ആയിരിക്കുകയാണ് എന്ന് രേണു തന്നെ മീഡിയക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം ഈ ഒരു വോയിസിൽ നമ്മൾ കേട്ട പോലെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു പ്രശ്നമുള്ള പോലെ തോന്നുന്നു. നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ കുറേ ആൾക്കാരുണ്ട്, രേണുവിനെ ഇപ്പോഴും താങ്ങുന്ന കുറേ ആൾക്കാർ വന്ന് കമൻ്റ് ഇടും, നിനക്കൊക്കെ വേറെ പണിയില്ലേ, നിർത്താറായില്ലേ, അവളെ വെച്ച് ഇങ്ങനെ റീച്ച് ഉണ്ടാക്കുന്നു, മറ്റതാ മറിച്ചതെന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണങ്ങളുണ്ട് ഇവളെ താങ്ങാനായിട്ട്. ഇവളെ താങ്ങുന്നവരെല്ലാം ഇവളുടെ ആ ഒരു രീതിയിൽ നടക്കുന്നവരായിരിക്കും. അതായത് ഇവളേത് രീതിയിലാണ് നടക്കുന്നതെന്നും പണം ഉണ്ടാക്കുന്നതെന്നും നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്തായാലും ദുബായിൽ പോയിട്ട് ഇവൾ ചെയ്യുന്ന ബിസിനസ് എന്താണെന്നുള്ളതും ഇപ്പോൾ പല വോയിസുകളിലൂടെ നമ്മൾ കേട്ടു. ദുബായിലുള്ള ചില സ്ത്രീകൾ തന്നെയാണ് ഇവളെക്കുറിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. എന്തായാലും കൊള്ളാം അല്ലേ, ഇവൾ ഇത്രത്തോളം ഒരു കൂതറയാണെന്നുള്ളത് ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തായാലും ഇവൾ തന്നെ പറഞ്ഞു ഈ അടുത്ത ദിവസങ്ങൾ ദുബായിലേക്ക് പോകേണ്ടതായിരുന്നു, കുറച്ച് ഇഷ്യൂസൊക്കെ വന്നു എന്ന് ഇവൾ തന്നെ പറഞ്ഞു. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് സത്യം തന്നെയാണ്. അതുപോലെ തന്നെ ഷെഫിനേത്തയുടെ ചാനലിലൂടെയാണ് ഈ ഒരു വോയിസ് വന്നത്. ഷെഫിനേത്തയും ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താന്ന് പറഞ്ഞാലും ഒരു രീതിയിലുള്ള ഒരു തെറ്റും ചെയ്യാതെ ഇവളെക്കുറിച്ച് ആൾക്കാർ ഇങ്ങനെ പറയുമോ? ഇപ്പം തന്നെ നമ്മൾ കണ്ടു ഇവളുടെ സബ്സ്ക്രിപ്ഷൻ ലൈവിൽ ഇവൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇവൾ ദുബായിൽ പോയി എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോഴും ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഉണ്ടല്ലോ, ചാണാമുക്കിയ ചൂലിനടിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ പിന്നെ എന്താ പറയേണ്ട, കുടുംബത്തിൽ പറഞ്ഞ ഏതെങ്കിലും ആൾക്കാർക്ക് ഇവളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? ഇവളുടെ തന്തപ്പടിയും അല്ലെങ്കിൽ ഇവളുടെ വീട്ടുകാരും സഹോദരിയൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നു എന്ന് ഞാൻ ഓർക്കുക. കാരണം ഇവളുടെ ഈ അപരാധ വീഡിയോ, അതായത് സബ്സ്ക്രിപ്ഷൻ ലൈവ് കാണാത്തതായിട്ട് ഈ കേരളത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇവളുടെ നാട്ടിലുള്ളവരും അല്ലെങ്കിൽ ഇവളുടെ അയൽവക്കക്കാരൊക്കെ കണ്ടു കാണത്തില്ലേ ഇവളുടെ ആ ഒരു ലൈവിലെ നാക്കിട്ട് കാണിക്കുന്നതും ചുണ്ടിട്ട് കാണിക്കുന്നതും ഒക്കെ എല്ലാവരും കണ്ടു കാണത്തില്ലേ? കഷ്ടം തന്നെ. അതുപോലെ തന്നെ നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം അഭിശ്രീയുടെ ഭാര്യയുടെ വളകാപ്പായിരുന്നു. അപ്പോൾ ബിഗ് ബോസ് താരങ്ങളെ എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിലിവൾ വന്നു. സത്യം പറഞ്ഞാൽ ഇവൾ എന്ത് മോന്ത വെച്ചോണ്ടാണ് അങ്ങോട്ട് വന്നത്. ഈ അഭിശ്രീയും അല്ലെങ്കിൽ അവരൊക്കെ എന്ന് പറയുമ്പോൾ നല്ല കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാരാണ്. ഇവക്കൊക്കെ അവിടെ പോകാനും അവിടെ പോയി ഇരിക്കാനുള്ള എന്ത് യോഗ്യതയുണ്ട്? ഇമാതിരി അപരാധം കാണിച്ച് നടക്കുന്നു. അവിടെ അനുമോള്, ആദില, നൂറ, സത്യം പറഞ്ഞാൽ നമ്മൾ ആദില നൂറയൊക്കെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ടെങ്കിലും അവരൊക്കെ എത്ര അന്തസ്സായിട്ടാണല്ലേ അവരൊക്കെ ജീവിക്കുന്നത്. അവരുടെ ആ ഒരു റിലേഷനൊക്കെ നമ്മൾ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ അവരുടെ ആ ഒരു റിലേഷന് സപ്പോർട്ടൊന്നുമില്ല. എങ്കിൽ പോലും ഇവളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും അന്തസ്സായിട്ട് തന്നെ ആദിലെ നൂറയൊക്കെ ജീവിക്കുന്നത് തന്നെ. എന്തായാലും ഇവളെ ട്രോളിക്കൊണ്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ രംഗത്ത് വരുന്നുണ്ട്. നമുക്കൊന്ന് കാണാം. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം റീന്യൂസിനി ആട്ടോ. അപ്പൊ ഇന്ന് ഞാൻ രാത്രി സബ്സ്ക്രിപ്ഷൻ തുടങ്ങുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ സബ്സ്ക്രിപ്ഷൻ കാണാനും വേണ്ടി പറഞ്ഞ രാത്രി 9 മണിക്ക് ഞാൻ ലൈവ് പോകും. പിന്നെ എന്റെ തുണിയില്ലാത്ത വീഡിയോ ഒന്നും കാണാനും വേണ്ടി ആരും അതിനകത്തോട്ട് വരണ്ട. എന്റെ അങ്ങനെയുള്ള വീഡിയോ ഒന്നും ഞാൻ ഇതിനകത്ത് റിലീവ് ചെയ്യൂല. എന്റെ കാലിന്റെ ഭംഗി, എന്റെ വിരളിന്റെ ഭംഗി, ഇത് എന്റെ ചിരിയുടെ ഭംഗി, ഇതൊക്കെ മാത്രമേ ഇതിനകത്ത് കാണിക്കുള്ളൂ. അപ്പൊ രാത്രി 9 മണി. രേണുസുനി, ഞാൻ ആക്ഷൻ പറയുമ്പോ ചെയ്തു തുടങ്ങണം. ആക്ഷൻ. കുറച്ചുകൂടെ.
ഞാറുവലിച്ച് മക്കളെ വന്ന് റീനൂസിന് ഈ പുതിയ സബ്സ്ക്രിപ്ഷൻ വീഡിയോ ഒക്കെ ലീക്ക് ആയല്ലോ, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ശരിക്കും എന്റെ സബ്സ്ക്രിപ്ഷൻ പേജിനകത്ത് കേറി അതിനകത്ത് കേറി എല്ലാം കണ്ട് ആസ്വദിച്ച് എല്ലാം ചെയ്തിട്ട് അതെടുത്തങ്ങ് പബ്ലിക്കാക്കി. എടാ തനിക്കൊക്കെ നാണമുണ്ടോ? താനൊക്കെ എന്റെ ഈ ശാലീന്റെ സൗന്ദര്യം അത്രയും ആസ്വദിച്ചിട്ട് പുറത്ത് വീഡിയോ എടുത്തിടാൻ തനിക്കൊക്കെ നാണമുണ്ടോ? ഇനി നീയൊക്കെ എന്തൊക്കെ ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ലടാ. ഞാൻ ഇനിയും വീഡിയോ ഇടും, ഇനിയും ചെയ്യും. എന്റെ വാശി അനുസരിച്ച് ഞാൻ ചെയ്യോടാ ഇനിയും. പുതിയ റിലേഷൻഷിപ്പ് ആയെന്നായിട്ടു. റിലേഷൻഷിപ്പ് ഒക്കെ ആയി. ഒരു 1 ഇയറിനകത്ത് ഞങ്ങളുടെ കല്യാണം കഴിയും. അപ്പൊ പേര് മാറ്റുമായിരിക്കുമല്ലേ ചേട്ടന്റെ? പേര് അവന്റെ പേര് നല്ല പേരാണെങ്കിൽ മാത്രമേ മാറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ പേരും വെച്ച് ഞാൻ മാക്സിമം റീച്ച് പറ്റുന്നിടത്തോളം ഞാൻ ചെയ്യും. അല്ല, റിലേഷൻഷിപ്പ് ആയ സ്ഥിതിക്ക് പുതിയ പേരിടുന്നതല്ലേ നല്ലത്. അയ്യോ, അങ്ങനെ ഇടാൻ പറ്റൂല. എല്ലാം എന്റെ സുനിച്ചേട്ടന് വേണ്ടിയിട്ടല്ലേ.